ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പം ഗോവയിലെ ടിറ്റോസ് പബ്ബിലേക്ക് പോവാണ്. ഏറ്റവും വലിയ പബ്ബ് അതാണ്. കൂടാതെ കാലക്കോട്ട് ബീച്ചിൻ്റെയും ബഗാ ബീച്ചിൻ്റെയും മധ്യഭാഗത്തായിട്ടാണ് ഇത്. ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെയാണ്. നാളെയാണ് ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ. അപ്പോൾ നാളെ എന്തുവെന്ന് എനിക്കറിയത്തില്ല. അതിന് മുമ്പത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതുകൊണ്ടൊക്കെ ഒരു രക്ഷയില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ പോവാം. ഇത് കണ്ട, ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പബ്ബുകളുള്ളത് കേട്ടോ. ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഒരുപാട് പബ്ബുകളാണുള്ളത്. ഇത് പബ്ബിന്റെ ഒക്കെ ആൾക്കാരാണ് കേട്ടോ. ഓരോന്നിന്റെ വാതിക്കെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. റോഡിൽ കൂടെ പോകുന്നവർ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടിയാണ് അവരുടെ ഒരു ശ്രമം. ഒരുപാട് ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. ചിലർ 1500 കയറ്റുന്നുണ്ട്, ചിലർ ഫ്രീ ആയിട്ട് കയറ്റുന്നുണ്ട്, ചിലർ 1000 രൂപയ്ക്ക് കയറ്റുന്നുണ്ട്. പിന്നെ കുറെ പേര് ഡാൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെ നിർത്തുന്നുണ്ട്. അപ്പൊ ഈ ഡാൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളും കൂട്ടത്തിൽ കയറി എന്ന് കളിക്കും. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ആയിപ്പോവും. അതാണ് ഒരു പ്രത്യേകത കേട്ടോ. അതാണ് അവരുടെ ബിസിനസ് ട്രിക്കാണത്. ഇത് കണ്ടില്ലേ, നേരത്തെക്കാട്ടി ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വരും. കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തോടെ നടക്കാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി ഇടിയാണ്. ഇത് നല്ല രസമാണ്. ഇത് കണ്ടില്ലേ, എന്താ ആൾക്കാരെ പിടിച്ച് കയറ്റാൻ വേണ്ടിയാണ് അവരവിടെയൊക്കെ നിൽക്കുന്നത്. നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടാ. റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ ഇതിലെ കൂടെ വരുന്നത് തന്നെ ഈ പബ്ബിൽ പോകാൻ വേണ്ടിയാണ്. പിന്നെ ബീച്ചും ഉണ്ട് അവിടെ. ഇതാണ് ബഗ എന്ന് പറഞ്ഞ അറിയപ്പെടുന്നത്. ഇത് അതും പബ്ബാണ്. ഇത് കണ്ടില്ലേ, അവിടെ നിറയെ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടില്ലേ. അപ്പൊ ഈ കൂടി നിൽക്കുന്ന കാണുമ്പോൾ ഓർത്തോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കയറുന്നതെന്ന്. ആൾക്കാർ കൂടുതലുള്ളിടത്ത് എല്ലാവരും കയറത്തുള്ളൂ. ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നിടത്തൊന്നും ആർക്കും കയറുന്നതൊന്നും ഇഷ്ടമല്ല. അതല്ലേ ഒരു രസം. അപ്പൊ അവരെങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കൂടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതൊരു സെറ്റപ്പാണ് കേട്ടാ. ഒരു രക്ഷയില്ല. ഇതും ഒരു പബ്ബാണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടാ. കണ്ടില്ലേ, ഇങ്ങനെയുള്ള സ്ഥലം നോക്കിയാണ് ആൾക്കാർ കയറുന്നത് കേട്ടാ. ടിറ്റോസിന്റെ പബ്ബായിട്ടുണ്ട്. അതുകൂടാതെ റെസ്റ്റോറൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ആസ്വദിക്കാൻ പറ്റിയതും ഉണ്ട് കേട്ടോ. ടിറ്റോസ് ബോക്സ് ഓഫീസ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ.
ഞങ്ങൾ ടിറ്റോസ് പബ്ബിന്റെ അടുത്ത് എത്താറായി കേട്ടോ. ഏറ്റവും വലിയ പബ്ബ് ടിറ്റോസ് പബ്ബാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നതും അവിടാണ് കേട്ടോ. സാധാരണ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല, പുറത്തു പോലും. അകത്താണെങ്കിൽ അതിനെക്കാട്ടി അപ്പുറമാണ്. പക്ഷെ കുറേ നേരം നിന്നിട്ടും ആളൊന്നും കാണുന്നില്ല, നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പൊ നമുക്കൊരു സംശയം. കാരണം നമ്മൾ കുറേ നേരം ചെന്ന് ചോദിച്ച്, അപ്പൊ നമ്മളോർത്ത് ടൈം ആയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇത് കണ്ടില്ല, ആ കാണുന്ന ഭാഗത്ത് എല്ലാവരും ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ എങ്ങും അധികം ആരും കണ്ടില്ല. അപ്പൊ ഓർത്ത് അകത്ത് കാണുമെന്ന്. അപ്പൊ അകത്തുണ്ടാന്ന് ചോദിച്ചപ്പോൾ പറയാ അകത്തും ഇല്ലെന്ന്. പിന്നീടാണ് മനസ്സിലായത് എല്ലാ ആൾക്കാരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവിടാണ് ബീച്ച്. അപ്പൊ അവിടെ എന്താണെന്ന് നമുക്ക് ഇന്ന് ചെന്ന് നോക്കാം കേട്ടോ. കുറെ നേരം നിന്നിട്ടൊന്നും ഇവിടെ എങ്ങും ആരും കേറുന്നില്ല. അയ്യോ, എന്തുവായി കാണുന്നത്? ചുമ്മാതല്ല, പബ്ബിലൊന്നും ആരെയും കാണാത്ത കേട്ടോ. സാധാരണ ടിറ്റോസിന്റെ പരിസരത്ത് പോലും നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല, അത്രയ്ക്ക് ഇടിയാണ്. ഞാൻ തന്നെ ഓർക്കുന്നു ഇതെന്താണ് ഈ കാലിയായിട്ട് കിടക്കുന്നതെന്ന്. ഇത്രയും വലിയ പാർട്ടിയൊക്കെ ബീച്ചിൽ നടക്കുമ്പോഴത്തേക്ക് ആരാണ് ടിറ്റോസിലോ അതുപോലുള്ള പബ്ബിലൊക്കെ കയറി നിൽക്കുന്നത്? നിങ്ങൾ തന്നെ പറ. ഇത് കണ്ടില്ലേ? പല പ്രാവശ്യം ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ന്യൂ ഇയറിന് വരുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. തസ്മീറിന് പിന്നെ ഇങ്ങനൊന്നും ഇഷ്ടമല്ല. തസ്മീറിന് ഒരുപാട് തിരക്കോ ഒരുപാട് ഇതുപോലുള്ള പാർട്ടിയോ അതിൻ്റെ ഇടയിൽ കയറുന്നതോ ഒരുപാട് ആൾക്കാരെ കാണുന്നതൊന്നും ഇഷ്ടമല്ല. എവിടെയെങ്കിലും ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതാണ്. എനിക്കതൊന്നുമല്ല, എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. ഞങ്ങൾ രണ്ട് ഇഷ്ടങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഇതിനു വേണ്ടി വഴക്കിടാറുണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നിർത്തുക ഇരുത്തൊന്നും ചെയ്യത്തില്ല, വീഡിയോ എടുക്കുക പോവുക. ഉള്ള സ്ഥലത്തൊന്നും അവർ വരുത്തില്ല. പിന്നെ അറമ്പോൾ എന്ന് പറഞ്ഞ ഒരു ബീച്ചുണ്ട്, അവിടെ പാർട്ടിയിലൊക്കെ പിന്നെ ഫോറിനേഴ്സ് പോകും. മുമ്പൊക്കെ അവിടെ പോകുമ്പോഴത്തേക്ക് ഫോറിനേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അത് കാരണം അത് റഷ്യൻ ബീച്ച് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഫോറിനേഴ്സ് പോലും വരുന്നില്ല, എന്താ കാര്യമൊന്നും അറിയത്തില്ല. ഇപ്പൊ അത് ഇന്ത്യൻസ് കണ്ടുപിടിച്ചിട്ട് അവിടെ മൊത്തം ഇന്ത്യൻസ് കൈയടക്കിയേക്കോ. എന്തായാലും ഫോറിനേഴ്സ് ഉണ്ടല്ലോ ഒരു രസമുള്ളു കേട്ടാ. അവരുടെയൊക്കെ നമ്മുടെ ഇതുപോലൊന്നും അല്ല, ഒരു പ്രത്യേക വൈബാണ് അവരുടെ പാർട്ടിയും ഡാൻസും. അതിന് ശേഷം നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. ഓരോ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കയറി നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? നോക്കിയേ നിങ്ങൾ, എവിടെയും ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും കുറച്ചു നേരം ഇവിടെ നിൽക്കുക അല്ലേ, നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അവിടെയും കാണണ്ടേ? തുള്ളല് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് കണ്ടതിന് ശേഷം അടുത്ത റെസ്റ്റോറൻറ്റ് വാതിക്ക് വന്നു കേട്ടോ. ഇത് കണ്ടില്ലേ? എല്ലായിടും അടിപൊളിയാണ്. ഇവിടെ പിന്നെ അധികം ആൾക്കാരിങ്ങനെ കൂടി നിന്നും ഡാൻസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ ബീച്ചിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുവാണ്. എന്തായാലും എല്ലായിടവും നമുക്ക് എത്തിപ്പെടാനൊന്നും പറ്റത്തില്ല, നമ്മൾ കുഴഞ്ഞു പോവും. എത്ര അടുത്ത് കാണാനാണ്? പക്ഷെ എല്ലാം അടിപൊളിയാണ്. എന്ത് രസമാണെന്ന് നോക്കിയേ. അയ്യോ, ആദ്യമായിട്ടാണ് കേട്ടാ ഇത്രേ നല്ല അടിപൊളി ഒരു പാർട്ടി കാണുന്നത് തന്നെ. അത് ന്യൂ ഇയർ പാർട്ടി കേട്ടാ. അല്ലാത്തൊക്കെ പാർട്ടി കണ്ടിട്ടുണ്ട്. ഇവിടെ ദേ കൊറേ മലയാളീസ് ആണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കേട്ടാ. കൊറേ ചെക്കന്മാരെന്ന് ഭയങ്കര ഡാൻസ്. എന്താ ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാരും ഗോവയിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എന്തിനാണ് വരുന്നതെന്ന്. ഇതെന്തോ കാണിക്കുന്ന? ഇതിനു വേണ്ടിയാണ് വരുന്നത്, അടിച്ചു പൊളിക്കാൻ വേണ്ടി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടുത്ത വർഷം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഗോവയിൽ വരണമെന്ന്? ഒന്ന് വാടേ, അടിപൊളിയാണ്. വന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഒറ്റയ്ക്കൊന്നും വരല്ലേ കേട്ടോ. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രസം കാണത്തില്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ടോ ഫാമിലി ആയിട്ടോ പിന്നെ കപ്പിൾസോ അങ്ങനെയൊക്കെ വരിക, അടിപൊളിയാണ്. ഇതുണ്ട, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്.
നമ്മുടെ വീടിന്റെ അകത്ത് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ഇതുവെല്ലാം അറിയുന്നുണ്ടോ അല്ലേ? എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുവാണ്. പഴയ കാലൊന്നുമല്ല. പണ്ടൊക്കെ ഗോവയെന്ന് പറയുമ്പോ എന്തോ പോലെ ആയിരുന്നു എല്ലാവർക്കും. ഇത് കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്തോരം ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ആഘോഷിക്കാൻ വേണ്ടി. എന്നാലും ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കി നോക്കി പോവാണ് കേട്ടോ. നസ്മീർ പറഞ്ഞു മതി 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 പോകാം, ബാ ബാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുവാണ്. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകാനും തോന്നില്ല. എന്തായാലും നല്ല രസമുണ്ട് ഇതിന്റെ അകത്ത് ഞാൻ കയറിയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.